ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, 5 of Cups, Nine of Pentacles, Temperance, Four of Swords, Ten of Pentacles, Three of Swords, King of Swords, Empress, Princess of Cups, Nine of Wands, Two of Wands, Emperor, Justice. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, നഷ്ടബോധം, അല്ലെങ്കിൽ ഒരുപാട് സങ്കടം, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരു വേദന നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവരെന്ന് നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പെയിൻ എല്ലാം അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അവരെന്തോരം വേദന അനുഭവിച്ചു അല്ലെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം തുറന്നു പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ എല്ലാം അകത്ത് മനസ്സിനകത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ ചില വ്യക്തികളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എന്തോരം ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും ആരെ അറിയിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു മനസ്സെന്താണ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ഇനി നമ്മളോടൊപ്പം ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലവരെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരുടെ മനസ്സിലെന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ടഫ്നെസ് ഉണ്ട്, വിഷമമുണ്ട്, അതൊന്നും പുറമേ കാണിക്കാതെ വളരെ സ്ട്രോങ് ആണ് എന്ന് കാണിച്ചു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മാത്രമല്ല ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു കരിയർ വൈസോ അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിലോ ഒക്കെ ആ ഒരു നിലയിൽ നിൽക്കുന്ന കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ഫീലിങ്സ് ഒന്നും പുറമെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിൽ തന്നെ മുതിർന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയണ്ട എന്നുള്ളൊരു രീതിയിൽ പോകുന്നൊരു പേഴ്സൺ ആയിരിക്കണം. അത്രയേറെ ഒരു വിഷമം, സങ്കടം, ആ ഒരു നഷ്ടബോധം, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെയുള്ളൊരു വശമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ചിലവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയിലൊക്കെ ശ്രദ്ധ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യത്തിൽ തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, അതവർ അനുഭവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ള കാര്യങ്ങളൊന്നും താഴെ പോകരുത്. നമുക്കുള്ള വിഷമം കൊണ്ട് വേറെ ഒന്നും തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവരതിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം
അങ്ങനെയൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു മനസ്സിനകത്തുള്ളതൊന്നും ആരെയും അറിയിക്കേണ്ട, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു എനർജിയിലാണ്. ആ ഒരു വിഷമമൊക്കെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് പണിപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് അവരെ കാണാം. ഇത് നമ്മൾ അവരുടെ ഒരു സാഹചര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു നോ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ളതാവാനും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ആ ഒരു സെപ്പറേഷൻ ഫേസിൻ്റെ പേരിൽ ചിലപ്പോൾ സങ്കടപ്പെട്ടതായിരിക്കാം. ഇതിപ്പോൾ നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല. അവരുടെ ഒരു സിറ്റുവേഷൻ മാത്രം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തിൻ്റെ പേരിലാണ് അവർക്ക് ഇത്രയധികം ഒരു നഷ്ടബോധം, വിഷമം, നിരാശയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളതെന്ന്. കൂടുതലും നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോഴാണ് നമുക്കതിനകത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാക്രിഫൈസ് എനർജി കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് കാണാമെന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സഹിച്ച് മുന്നോട്ട് പോയതെന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്വന്തം ഇഷ്ടം ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു പേഴ്സണാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചുറ്റും വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടി പരിഗണിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് വലിയ അർത്ഥമില്ലാത്തതായിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ആ ഒരു ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിജീവിച്ച് അവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോണം എന്നുള്ള ഒരു ഏർജ് ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെ കാണാം. അപ്പോൾ അവർ കുറച്ചൊന്ന് ഇപ്പോൾ ഫാമിലി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആര് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട് നിൽക്കാൻ അല്ലെങ്കിൽ വലിയ ഒരു ഇമോഷൻസോ കാര്യങ്ങളൊക്കെ ആരോടും കാണിക്കാതെ നിന്നിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്വയം അവനവനിലേക്ക് തന്നെ ഉൾവലിയുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് നമ്മൾ മതി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെ വളരെ ഒരു കോൾഡ് ആൻഡ് റിജിഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് ഒരു ന്യൂ കണക്ഷൻ വന്നതായിട്ട് കാണാം. മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ആരെങ്കിലും ചിലപ്പോൾ അവരുടെ ലൈഫിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പുതിയതായിട്ടുള്ളൊരു കണക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള ഒരു വ്യക്തിയോ അങ്ങനെയുള്ള ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് കുറച്ചും കൂടി ഒരു കംഫർട്ട്നെസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളിവിടെ പറഞ്ഞതുപോലെ അത്രയും ഒരു ഐസൊലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റിജിഡായിട്ട് കോൾഡായിട്ടൊക്കെ ഇരിക്കുന്ന, ഇമോഷണലി അത്രത്തോളം ആക്റ്റീവ് ആകാതിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയുള്ളൊരു സപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി അവർക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനകത്ത് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിനകത്ത് മുന്നോട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തോരം ഒരു സ്ട്രഗിൾ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കാരണം ക്ഷീണിച്ച ഒരു മാനസികാവസ്ഥയിൽ തളർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവർ തോറ്റുപോയിട്ടില്ല എന്ന് പറയാം. അതായത് തോറ്റുപോയിട്ടില്ല ഇൻ ദ സെൻസ്, ഇപ്പം നമ്മളുടെ ലൈഫിൽ പല പല പരീക്ഷണങ്ങൾ വരും, പല ബുദ്ധിമുട്ടുകൾ വരും, വിഷമം, സങ്കടം, ചിലപ്പോഴൊക്കെ സന്തോഷം. അപ്പോൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ എണീറ്റ് മുന്നോട്ട് പോരാനായിട്ട് സാധിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ വിഷമം വന്നു കഴിഞ്ഞാൽ വിഷമമാണേ എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. ഫുൾ കരച്ചിൽ, മുന്നോട്ട് പോരാൻ പറ്റില്ല. ചിലർ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ അമിതമായിട്ട് ആഹ്ലാദിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ആ ഒരു പോയിന്റിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ സങ്കടമായാലും വിഷമമായാലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്കിപ്പോൾ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരവരുടെ കരിയറിലോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു
ഫലം കിട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു കുറച്ചൊരു പോസിറ്റീവ് സൈഡ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്ന് തുടങ്ങിയതായിട്ട് തന്നെ നമുക്ക് കാണാം. അവർക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഉള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു എനർജിയുടെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ ഇവർക്ക് നല്ലതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു വിഷമോ സങ്കടമോ ഒക്കെ എന്താണോ അതിൽ നിന്നൊന്നും മുന്നിലേക്ക് വരാനായിട്ട് അത് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എങ്കിലും കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് ബലം പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. കാരണം ഇവർ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ അങ്ങനെ ആണെന്നുള്ളതല്ല. എന്തൊക്കെ വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു പരിധിവരെ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് വിഷമമാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ളൊരു ആർജവം ഈ ഒരു വ്യക്തിയിലുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ വിഷമമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഒരു മൈൻഡ് ക്ലിയറായി വരുന്നതിൻ്റെ ഒരു ലക്ഷണവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു അവസ്ഥ നിങ്ങളെ സംബന്ധിച്ചെന്നുള്ളത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. 3 of Pentacles, Knight of Wands, 5 of Cups, Tower, the High Priestess, 4 of Swords, King of Swords, Queen of Cups, Page of Wands, 8 of Pentacles, Knight of Cups, King of Cups, Empress, 2 of Swords, Queen of Swords, 10 of Swords, 7 of Pentacles. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ സ്പ്രെഡ് എടുത്തപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, അവർ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നഷ്ടബോധം, ലോസ് ഫീലിംഗ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല. നമുക്കത് ഈ ഒരു സ്പ്രെഡ് എടുക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞിരുന്നു. സെയിം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു പേഴ്സൺ സ്റ്റിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമവും സങ്കടവും ഈ വ്യക്തിക്കുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടബോധമുള്ളൊരു പേഴ്സണായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച, നോ കോൺടാക്റ്റ് ഒക്കെ ആയിട്ടും ഒരുപാട് നാളുകളായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ഒരു പെയിൻ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയധികം ഒരു വിഷമവും കാര്യങ്ങളും അവർ അനുഭവിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ. ഇവിടെ തീർച്ചയായിട്ടും നന്നായിട്ട് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണോ അതൊന്ന് പരിഹരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷേ ഇനിയിപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു ഹെൽപ്പോട് കൂടിയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമുക്കിവിടെ അറിയില്ല. കാരണം നമ്മൾ അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു എൻഡിങ് അല്ലാന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റ് വന്നവരായിരിക്കാം.
അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം നിങ്ങളെ ചിലപ്പോൾ അവർ വേദനിപ്പിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടോട് കൂടി ഇതൊന്ന് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മാറ്റിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റിൽ ഈ ഒരു നോ കോൺടാക്ട് ടൈം പീരീഡിൽ പോലും ആ ഒരു ഏർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെയുള്ള ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർ കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല. കാരണം ചില സമയത്ത് നമ്മളുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കും. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മൈൻഡ് വെച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രേരണ അല്ലെങ്കിൽ ആ ഒരു പുഷ് ആൻഡ് പുൾ എനർജി നമ്മൾ പറയുന്ന പോലെയുള്ള ആ ഒരു സംഗതി എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ നമ്മളുടെ ഒരു മൈൻഡ് കൺട്രോൾ വിട്ടു പോകും. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ വിഷമിക്കാറുണ്ട്. ലോജിക് വൈസ് നമ്മൾ ചിലപ്പോൾ പലതും പ്ലാൻ ചെയ്യും. ഇങ്ങനെ ഇങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില മൊമെൻറ്റ്സിൽ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും എന്താണോ നിങ്ങൾക്കിടയിലുള്ളത് അതെല്ലാം തകർത്ത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏഹ്, കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു പാറ്റേൺ അതൊക്കെ തകർത്തെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പല കാർഡ്സിനകത്ത് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആൻഡ് സീ അപ്രോച്ചാണ്. അതായത് അവർ കാര്യങ്ങൾ നോക്കി കാണുക എന്നുള്ളൊരു എനർജിയാണ്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അറിയാൻ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ കാണുന്നത് പോലെ കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്ന പോലെ ആ ഒരു കണ്ണടച്ച് ആ ഒരു ധ്യാനിക്കുന്ന ഒരു മൈൻഡിൽ ഇരിക്കുന്ന പോലെയുള്ള എനർജിയാണ്. നമുക്ക് ഇവിടെയുമൊക്കെ അത് ആ ഒരു സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് എല്ലാം അറിയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം അറിയണം, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പുറമേ ആ ഒരു ശാന്തത അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇപ്പോൾ നിലനിൽക്കുന്നതും അതുകൊണ്ടായിരിക്കാം. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ മനസ്സമാധാനം അല്ലെങ്കിൽ ആ ഒരു പീസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു സമാധാനത്തിന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ഒരു നിലയിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല, വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഓഫ് മൈൻഡ് ഇങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ വേറൊരു രീതിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സമാധാനവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ അത് നമുക്ക് ഇവരിലും കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2, 3 തവണ ആ ഒരു ഹെഡ് ആൻഡ് ഹാർട്ട് കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് അവരുടെ മനസ്സ് ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊള്ളുക, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻ വൈസ് ഒരുപാട് നിങ്ങളോടൊരു സ്നേഹവും ആ ഒരു താല്പര്യമൊക്കെ നിൽക്കുമ്പോൾ തന്നെ ലോജിക് വൈസ് ചിന്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു പദവിയായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, സമൂഹത്തിലുള്ള സ്ഥാനമായിരിക്കും, പല കാര്യങ്ങളാവാം. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള സ്ഥാനമായിരിക്കാം. അതൊക്കെ ചിന്തിച്ചിട്ട് ആ ഒരു ഹാർട്ടിനെ സപ്രസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് പല സ്ഥലങ്ങളിലും അത് കാണാം എന്നുള്ളതാണ്. അപ്പോൾ അവർ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും അവർ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ബന്ധപ്പെടുന്നു. ലോജിക് വൈസ് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വളരെ ഒരു സ്ട്രോങ് ബിഗിനിങ്ങിനായിട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് എന്താണ്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു വികാരം. നമ്മൾ പറഞ്ഞു ഒരുപാട് നഷ്ടബോധമുണ്ട്. നമുക്ക് ആ കോമൺ ആയിട്ട് കാണാൻ കഴിഞ്ഞാണ് ഈ ഒരു പേഴ്സണെ അവരുടെ ഒരു സിറ്റുവേഷൻ എനർജിയിൽ പോലും കണ്ടതാണ്. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നഷ്ടബോധം മനസ്സിൽ പേറി നടക്കുന്ന ഒരു വ്യക്തിയാണ്, പുറമേ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്താണോ അവരുടെ ഒരു ട്രൂ ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ട്രൂ കളർ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്കിവിടെ കാണാം ആ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സുകൊണ്ട് അങ്ങനെ വന്നാലോ എന്നവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറഞ്ഞതുപോലെ അവർ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് എന്താണോ, സ്നേഹം എന്താണോ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ആ വ്യക്തി. അവരുടെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരുപാടൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളിലൂടെ ഈ ഒരു വ്യക്തി പോകുന്നു. അപ്പോൾ ഇവിടെ അവർ ഇമോഷൻ വൈസ് നിങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട് എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ലോജിക് വൈസ് ചിന്തിക്കുമ്പോൾ അവർക്ക് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ഒരു പേഴ്സണിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. നിങ്ങൾ തമ്മിൽ അകന്ന് പോയിട്ടുള്ളത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പേഴ്സണ്
ആ ഒരു ത്വരയാണ്. അല്ലെങ്കിൽ ആഹ്, ആ ഒരു തേർഡ് പാർട്ടിയുണ്ട്, നിങ്ങളുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു പീസ് നഷ്ടപ്പെട്ടു പോകുമോ? ഇനി ഇതിനകത്ത് ആക്ഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രക്ഷുബ്ധമാവുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു വെയിറ്റ് ആൻഡ് സീ എനർജിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്നവർ മുഖേന ആയിരിക്കാം ഒക്കെ അങ്ങനെ ചെയ്യിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എനർജിയിലും കണ്ടതാണ്. അവർക്ക് പുതിയൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില അവരുടെ ലൈഫിൽ കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു എനർജിയും കൂടി വന്നിട്ടുണ്ടെന്നുള്ളത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ മുഖേനയായിരിക്കാം നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ച് നോക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലും നമ്മളിവിടെ പറഞ്ഞ ആ ഒരു കാര്യം അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ഒരു പെയിൻഫുൾ എൻഡിങ്ങിനെ കുറിച്ചൊക്കെയാണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷനിലോ എൻഡിങ്ങിലേക്കൊക്കെ പോന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റാർക്കെങ്കിലും വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അവർ ആക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടായാലോ അല്ലെങ്കിൽ ആ ഒരു ഹേർട്ട് ഫീലിംഗ് വീണ്ടും ഉണ്ടാവാതിരിക്കാൻ ചിലർ സ്വയം പ്രൊട്ടക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമ്മൾ ഇനിയും ഹേർട്ട് ആവരുത് എന്നുള്ളൊരു രീതിയിൽ. ഇനിയും വേദനിക്കാൻ വയ്യ എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോങ് ടേം ആയിട്ട് പോവാനൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാം ആ ഒരു വെയിറ്റ് ആൻഡ് സീ അപ്രോച്ചാണ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ബാക്കിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ, എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളൊരു ആലോചന നമുക്ക് ഇവരിൽ കാണാം. പക്ഷേ ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു എനർജി അല്ല. ആ ഒരു പേഷ്യൻസ് എനർജി അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ 2 വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്നേഹം നിങ്ങൾ അറിയരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ നിങ്ങൾ അറിയരുതെന്നുള്ളൊരു പിടിവാശിയുള്ളത് ഈ പേഴ്സൺ കാണിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചിലവര് ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള സ്നേഹം എങ്ങനെയെങ്കിലും മൂടി വെക്കാനായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു സമാധാനം പോവും, അല്ലെങ്കിൽ ഒന്നുകൂടി വേദനിക്കേണ്ടതായിട്ട് വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ചൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല വശങ്ങൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ട്രോങ് ആയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 5 ആൻഡ് നമ്പർ 16. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, ഏരീസ് ആൻഡ് ടോറസ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. കാരണം ഇങ്ങനെ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അധികം ആൾക്കാർ കാണണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്, സ്ട്രോങ് റീകൺസിലിയേഷൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നതോ അല്ല. അവർക്ക് തന്നെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ആക്ഷൻ എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.